പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഒരു യാത്രയിലാണ്. അപ്പോൾ വേറെ എവിടെയല്ല, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. അത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഇറങ്ങി, രാവിലെ തന്നെ ഒരു 5:30 മണിയാകുമ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ 4 മണി ആ ടൈമിൽ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് പിന്നെ അതുപോലെ തന്നെ ചേച്ചിയെയും മക്കളെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അവരെയും കൂടെ കൂട്ടി നമ്മൾ ഒരു ഫാമിലി ആയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നല്ല ഇരുട്ടാണ്. ഇപ്പം രാവിലെ തന്നെ നല്ല ഇരുട്ടും നല്ല തണുപ്പുമാണല്ലോ. പക്ഷെ രാവിലെയുള്ള ആ ഒരു യാത്ര അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ അമ്പലത്തിലേക്ക് എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക വൈബാണല്ലോ. അപ്പം രാവിലെ തന്നെ ഭക്തിഗാനമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഒരിക്കലും ജീവിതത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ പോകാൻ പറ്റി. അപ്പോൾ നമ്മൾ അവിടെ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം തന്നെ കയറിയ അമ്പലം വേറെ എവിടെയല്ല, നമ്മുടെ മക്രേരി അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഇത് ഏട്ടൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു അമ്പലം, മക്രേരി അമ്പലം കേട്ടോ ഇത്. നമ്മളിത് പോകുന്നത് ഞായറാഴ്ചയാണ്. അപ്പോൾ എല്ലാ ഞായറാഴ്ചയിലും ഏട്ടൻ പതിവ് തെറ്റിക്കാതെ പോകുന്ന ഒരു അമ്പലമാണ് നമ്മുടെ മക്രേരി ശ്രീ ഹനുമാൻ്റെ അമ്പലം. അപ്പോൾ എവിടെ പോയിട്ടില്ലെങ്കിൽ ഞായറാഴ്ച മുടക്കാതെ പോയി തൊഴുന്ന ഒരേ ഒരു അമ്പലമാണ് ഹനുമാൻ്റെ അമ്പലം. അപ്പം ഏട്ടനൊരു ഹനുമാൻ ഭക്തൻ കൂടി ആയതുകൊണ്ട് തന്നെ ഇവിടെ പോയിട്ട് മാത്രമേ എന്ത് കാര്യത്തിനും പോകാറുള്ളൂ. അപ്പോൾ ഇത് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഈ അമ്പലത്തിൽ സാഹചര്യം ഇല്ലാത്ത സമയത്ത് പറ്റിയിട്ടില്ല. പക്ഷേ സാഹചര്യം ഒത്തിട്ടുള്ള എല്ലാ സമയത്തും വന്നിട്ട് തൊഴുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ എത്രയോ വർഷമായി ഇവിടെ വന്ന് തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഒരു വിശ്വാസം അത് അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഏച്ചിയെയും മക്കളെയും പിക്ക് ചെയ്തു. ശേഷം നമ്മൾ കുറച്ച് ലോങ് ആയിട്ടാകുമ്പോൾ ഒരു 8 മണി 9 മണിയെല്ലാം ആയ ടൈമിൽ ചെറുതായി ഒരു ചായയൊക്കെ കുടിച്ചു. അപ്പം നമ്മളിതാ നമ്മുടെ അമ്പലത്തിൽ എത്തിച്ചേർന്നു. അപ്പം കാടാമ്പുഴ ഭഗവതി എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഞാനും കേട്ടതുപോലെ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ഈ അമ്പലത്തിനെ കുറിച്ചോ ഈ ക്ഷേത്രത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. അപ്പം നമ്മൾ അവിടെ ചെരുപ്പുകളൊക്കെ അവിടെ കഴിച്ച് വെച്ച ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് കയറി. അപ്പം നമ്മളിത് കയറുന്നത് എൻട്രി അല്ല കേട്ടോ. ഇതൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ടിങ് നമ്മൾ എൻട്രി കയറുന്ന ഭാഗത്ത് തന്നെ വഴിപാട് കൗണ്ടറാണ്. അപ്പോൾ അവിടെ നേരെ വഴിപാടുകൾ നോക്കാനാണ് പോയത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു വഴിപാട് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിറക്കൽ എന്ന് പറഞ്ഞൊരു വഴിപാടാണ്. അത് മെയിനായിട്ടും നമ്മുടെ തേങ്ങ ഉടക്കലാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു വഴിപാട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായി. അപ്പം നമ്മളേതായാലും ആ വഴിപാട് ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ വന്നാൽ ചെയ്യേണ്ട വഴിപാടാണ്. പക്ഷേ ഈ തിരക്കും ഇതും കാര്യങ്ങളും കൊണ്ട് നമ്മൾ മറ്റുള്ള വഴിപാടുകളൊക്കെ കഴിച്ച് അവിടുത്തെ പായസമൊക്കെ വാങ്ങി പിന്നെ അവിടുത്തെ ആ ഒരു അമ്പലത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ചെറിയ ഒരു പൂള് പോലെ. അപ്പോൾ ആ ഒരു ഇതിൽ ആഴമൊന്നുമില്ല കേട്ടോ. വെള്ളം നിറച്ച് അതിൻ്റെ അകത്ത് ഒരു കല്ലിൽ കൊത്തിവെച്ച മത്സ്യകന്യകയുടെയും നമ്മുടെ പിന്നെ വിഷ്ണുവിൻ്റെ നരസിംഹാവതാരത്തിൽ ഉള്ള ഒരു രൂപം, അതും കല്ലിൽ പടിഞ്ഞിച്ചത്, അതുപോലെ തന്നെ നമ്മുടെ വേറെ ഒരു രൂപവും. അപ്പോൾ നമ്മളത് ആ അമ്പലത്തിൻ്റെ ഞാൻ അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ ഭാഗത്തൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നമ്മുടെ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. സോ അതുകൊണ്ട് ആ ഭാഗം ഞാൻ എടുത്തിട്ടില്ല. അതാ കണ്ടോ നമ്മുടെ നീലത്താമര, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അമ്പലത്തിനോട് ചേർന്നിട്ട് വെച്ചിട്ട് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു അമ്പലമാണത്, താമരയല്ല. പറയുമ്പോൾ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ടാളും ഏട്ടന്മാരെ കൈയും പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലൊരു വ്യൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് നല്ല വൃത്തിയിൽ ക്യാപ്ചർ ചെയ്യണമെന്ന് വിചാരിച്ച് നിന്നതാണ്. പക്ഷേ അങ്ങനെ ആൾക്കാരും വീഡിയോസൊന്നും എടുക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൂടുതൽ സമയം വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. എനിക്ക് ചെറുതായിട്ടൊരു ചമ്മലെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനത് പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ഷേത്രത്തിൻ്റെ കുളത്തിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തുള്ള നല്ല അടിപൊളി പൂന്തോട്ടമാണ്. അവിടെ ഇല്ലാത്ത പൂക്കളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന പൂജയ്ക്ക് ആവശ്യമായ പൂക്കൾ മൊത്തം ഇവിടെ നിന്നായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്.
പിന്നെ അവിടുത്തെ പ്രത്യേകത നമ്മുടെ ഒരു കുളത്തിൻ്റെയാണ് കേട്ടോ. ആ കുളം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി അവിടെയാണ് കേട്ടോ ആ കുളം. അപ്പോൾ ഒരുപാട് വലിയ വലിയ മീനുകളുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് പറയാമെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ ക്ഷേത്രത്തിൽ ഇനി ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വലിയ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നല്ല വലിയ അടിപൊളി വലിയൊരു മീനുണ്ട്. അപ്പോൾ മീനുകൾ കുറേ ഉണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. പണി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനോട് ചേർന്നിട്ടുള്ള കുറേ കെട്ടിടങ്ങളൊക്കെ അതുപോലെ തന്നെ പൊളിച്ച് മാറ്റുന്നുണ്ട്. പുതിയതൊക്കെ എന്തൊക്കെയോ പണിത് തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം നമ്മൾ എല്ലാം കഴിഞ്ഞ് ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ഹോട്ടലിലേക്ക് തന്നെ ഫുഡ് കഴിക്കാൻ വന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ, ലൈറ്റായിട്ട് കഴിച്ചതേലോ. അപ്പം നമ്മൾ നേരെ പോയി ഇതാ കണ്ട രണ്ടാളും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു നല്ലൊരു പൂളാണ്. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ടാളും വിചാരിച്ചു അത് കൊള്ളാമെന്ന് വിചാരിച്ച് രണ്ടും കൂടി ഇറങ്ങി കാല് കഴുകി. ഞാൻ നല്ലോണം വഴക്ക് പറഞ്ഞു. ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ടോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ പോയി. അവിടുന്ന് എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. അപ്പം മസാല ദോശ ആട്ടോ വാങ്ങിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറിയിട്ട് നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. കാരണം ഇവിടെ ഭയങ്കര റേറ്റാണ് ഫുഡിന്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി റേറ്റേ ഉള്ളൂ നമുക്ക് പുറത്ത്. അപ്പോൾ ആ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ ഫുഡ് കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു. പിന്നെ നമ്മൾ വിശപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അതൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നേരെ ടോയ്സ് വാങ്ങാൻ പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ ഞെട്ടിച്ചു കേട്ടോ. ഫുഡിന് വിലയുണ്ടെങ്കിലും നമ്മുടെ അവിടെയുള്ള ടോയ്സും അതുപോലെ തന്നെ നമ്മുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങൾക്കും ഒന്നും റേറ്റ് ഇല്ല. അപ്പോൾ ഞാൻ കുറേ കമ്മൽ വാങ്ങിയിട്ട് നല്ല അടിപൊളി. അപ്പോൾ കുട്ടികൾ എന്തെല്ലോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങി. എനിക്കിഷ്ടം കമ്മലായതുകൊണ്ട് തന്നെ മെയിനായിട്ട് ഞാൻ കുറേ കമ്മൽസ് വാങ്ങി, നമ്മൾ ജുമിക്കി മോഡൽസ്. അതുപോലെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി. പിന്നെ ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ തിരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടി. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്കും ചൂടും. അപ്പോൾ നമ്മൾ നേരെ പിന്നെ മടങ്ങി അങ്ങ് നമ്മൾ എത്തിപ്പെട്ടത് പിന്നെ നമ്മുടെ ലോകനാർ കാവിലേക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പരിചയമുണ്ടോയെന്ന് അറിയില്ല. ലോകനാർ കാവിലമ്മ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയാർച്ച ചന്തു, തലയ്ക്കൽ ചന്തു, അങ്ങനെയുള്ള ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകൾ ഷൂട്ട് ചെയ്തതും അവർ ശരിക്കും അവരുണ്ടായി ജനിച്ചു വളർന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററി എനിക്ക് അറിയില്ലെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു പണ്ടുണ്ടായ ഉണ്ണിയാർച്ചയുണ്ടായ അവരുടെ ആ ഒരു ഫാമിലി, അവരുടെ ആ ഒരു അവരെ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയാം. അപ്പോൾ ലോകനാർ കാവിലമ്മ എന്ന് ഉള്ളത് അതൊരു ഭഗവതി, ഒരു ദേവിയും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് 3 ക്ഷേത്രങ്ങൾ, നമ്മുടെ ശിവൻ, അതുപോലെ വിഷ്ണു, അതുപോലെ ഭഗവതി. അപ്പോൾ ഈ 3 ക്ഷേത്രങ്ങളും അടുത്തടുത്തും അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ആ ഒരു ലോകനാർ കാവിലമ്മ എന്നുള്ള അവിടെ ആ ഒരു അവരുടെ ഒരു കുടുംബം എന്ന് പറയാം. അവരുടെ ആ ഒരു ചെറിയൊരു പിന്നെ വീട് എന്നല്ല, ഒരു കൊട്ടാരം പോലെ ചെറിയൊരു ഇത്. പക്ഷേ നമുക്കത് കയറാനും ഒന്നും കാണാനൊന്നും പറ്റിയില്ല. കാരണം അവിടെ താക്കോലൊക്കെ ഇട്ട് പൂട്ടി പഴയ വീടും കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പിന്നെ ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക്, താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റിയ മെയിനായിട്ടും നല്ല ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്നൊക്കെ പറയാം ഇതിനെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊന്ന് കൂടുതൽ സമയം ചിലവഴിച്ചു. അതിനിടയിൽ ഏട്ടൻ അവിടെ ഒരാളെ പരിചയപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾ എന്തോ അറിയില്ല, നല്ലൊരു കണക്ഷനായി. ആൾ ഫോൺ നമ്പറൊക്കെ വാങ്ങി അവിടെ ഒരു കണക്ഷൻ ഇട്ടു കേട്ടോ. അപ്പോൾ ആളെ സ്വഭാവം ഇത്, എവിടെ പോയാലും എന്തായാലും ആരെങ്കിലും ഒരാളെ പരിചയപ്പെട്ട് അവിടെ ഒരു കണക്ഷൻ വാങ്ങിയാൽ കണക്ഷൻ ഇടും. എന്നിട്ട് അതുപോലെ അവരെ ഒരു കോൺടാക്ട് നമ്പറും വാങ്ങും. അപ്പോൾ അവരുമായിട്ട് നല്ലോണം സെറ്റായി കേട്ടോ. അപ്പോൾ ഇനി എന്തുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഡീറ്റെയിൽസ് എല്ലാം കിട്ടാൻ ആ ഭാഗത്തൊരാളെ കിട്ടി. അപ്പോൾ ഞാനും അങ്ങനെ ഒരുപാട് അവിടുന്ന് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത നമ്മുടെ ലോകനാർ കാവിലമ്മയുടെ ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള ചിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു കുളാട്ടോ. ചിറ എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇത് ആ ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയൊരു കുളം. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു പിന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം. പക്ഷേ ഇതിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിലായതുകൊണ്ട് തന്നെ അത് തുറക്കാനൊന്നും പറ്റൂല. ഇതാണ് ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള ചിറ എന്ന് പറയുമ്പോൾ വലിയ ചിറയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇറങ്ങി കാലിലൊക്കെ കഴുകി, ശരിക്കും പറഞ്ഞാൽ താമരയൊക്കെ ഉണ്ട് കേട്ടോ സൈഡിലൊക്കെ. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ നമ്മളിത് വരുന്ന വഴിയായതുകൊണ്ട് തന്നെ പെട്ടെന്നല്ല ഒരു തിരക്ക് പിടിച്ച ഒരു കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്തതൊക്കെ കുറച്ച് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് നേരെ തിരിച്ചു വന്നു. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.